ചുമ്മാ ചൊറിങ്ങുത്തിരുന്നപ്പോഴേ നിങ്ങൾ ഇൻ്റർവ്യൂ തരാൻ വേണ്ടി വിളിച്ചതല്ല. നിങ്ങൾ പല പ്രാവശ്യം ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയോണ്ടാണ് ഞാനിത് സമ്മതിച്ചത്. ഒരു മിനിറ്റ് സാർ, നമുക്കിപ്പോൾ തുടങ്ങാം. ഒന്ന് തുടങ്ങ്. ഇപ്പത്തന്നെ ഷൂട്ട് 2 ദിവസം ഇല്ല, മഴ കാരണം. നിഷാദേ, ലൈറ്റപ്പൊക്കെ എന്തായി? അവിടെ എല്ലാം സെറ്റാണ്. ഇത് നമുക്ക് നേരെ ഷൂട്ടിൽ പോകും. എടോ, താനിത് എന്താ തപ്പിക്കൊണ്ടിരിക്കുന്നത്? അത് സാറേ, ഈ ചോദ്യങ്ങൾ എഴുതി വെച്ച പേപ്പർ കാണാമല്ലോ, അത് നോക്കുക. ഷേ, താൻ കാര്യം ചെയ്യും. സൗകര്യം പോലെ പേപ്പറൊക്കെ നോക്കിയിട്ട് എന്നെ വിളിക്കുക. എനിക്ക് എൻ്റെ സൗകര്യം ഉള്ളപ്പോൾ ഞാൻ വരാം. സാർ പോലെ, ഒരു മിനിറ്റ് പ്ലീസ്. സാർ, ഇയാളെ വെറുപ്പിക്കണ്ട. ഇയാൾ പടം ഇറങ്ങുന്നതിന് റിവ്യൂ ഇട്ട് നശിപ്പിച്ച് കളയും. എടാ, സമയം വെറുതെ കളയോ? സാർ പ്ലീസ്. ആ സാറേ, കിട്ടി സാറേ, കിട്ടി. ആ കിട്ടി സാർ. ആ സാറേ, നമുക്ക് തുടങ്ങാം. ആ തുടങ്ങാം. നമസ്കാരം. നമസ്കാരം. ആദ്യത്തെ ചോദ്യം. അല്ല, ഇൻട്രൊഡക്ഷൻ പരിപാടിയൊന്നുമില്ലേ? അത് സാറ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സൗകര്യം പോലെ ഷൂട്ട് ചെയ്തോളാം. ആ നന്നായി. അതെ, ഞാൻ തൻ്റെ പല ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ചോദ്യം എന്നോട് ചോദിക്കരുത്. ഞാൻ എൻ്റെ പാട്ട് എണീറ്റ് പോകും. താൻ എന്ത് എഴുതിയാൽ എനിക്ക് കുഴപ്പമില്ല. സാറ് പേടിക്കണ്ട, എല്ലാം നല്ല ഫ്രഷ് ചോദ്യങ്ങളായിരിക്കും. ആ എന്നാൽ ചോദിക്കും. സാറേ, ആദ്യത്തെ ചോദ്യം ഫ്രഷാണ്. സാർ ഇതുവരെ സംവിധാനം ചെയ്ത സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ഇതാണോ ഫ്രഷ് ചോദ്യം? താൻ എന്തുവേണം ഇരിക്കും കോപ്പം. എനിക്കൊരു പണിയുണ്ട്. സാർ പ്ലീസ് പ്ലീസ്. സാറേ, അടുത്ത ചോദ്യമുണ്ട്. താങ്കൾ മനസ്സിൽ കണ്ട ബ്രഹ്മാണ്ഡ ചിത്രത്തിലെ നായകൻ ആരായിരിക്കും? നായകൻ ദിനോസർ, മാങ്ങ തൊലി. എടാ, നീ പോയി അവിനാശം വിളിച്ച് ഇയാൾക്ക് എന്താ വെച്ചാൽ പറഞ്ഞു കൊടുക്ക്. അവിനാശ് കുറച്ച് തിരക്കിലാണ്. അവൻ ഡയലോഗ് ഓടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ആർക്ക്? അത് പിന്നെ സന്ദീപേട്ട പ്രീതി ചേച്ചി എവിടെ? ആ ചേച്ചിനോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്താ? ആ പ്രീതി ചേച്ചി വീട്ടിൽ പോയിക്കാണ് അമ്മേനെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ജോസഫ് ഏട്ടനോ? ആ ചേച്ചി ഇല്ലാത്തല്ലേ, സ്വാതന്ത്ര്യ ആഘോഷിക്കായിരിക്കും. നിനക്ക് നല്ല പണി കിട്ടിയില്ലേ? ഒന്നും പറയണ്ട ചേച്ചി, വട്ടായിട്ട് പാടില്ല. തഥാസ്തു. ഞാനൊരു കേക്ക് ഓർഡർ ചെയ്തായിരുന്നു. ആ സാറിന്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് ഇപ്പൊ തരാം. ഓക്കെ. ടി ചേച്ചിയുടെ ഫ്രണ്ട് അല്ലേ അന്ന് കണ്ട? ആ, കേക്ക് എന്താ ബർത്ത്ഡേ ആണോ? ആ അമ്മയുടെ പിറന്നാളാണ്. ആണോ? അമ്മേനോട് എൻ്റെ ബർത്ത്ഡേ വിഷസ് പറയണേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അവനോട് ചോദിച്ചിട്ടൊന്നും പറയണില്ല. അവന് എന്നോട് ദേഷ്യം കാണും. അതിപ്പോൾ ആർക്കായാലും ഉണ്ടാവും. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. പിന്നെ സിനിമ മഹളുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരായി. നിങ്ങൾ ഒരുമിച്ച് എഴുതാനൊക്കെ തുടങ്ങിയതല്ലേ? ആ 2-3 കൊല്ലം കൊണ്ട് എടുത്ത വലിയൊരു തീരുമാനമായിരുന്നു അത്. ഒരു സിനിമയ്ക്ക് ഒരുമിച്ച് തിരക്കഥ എഴുതാന്നുള്ളത്. പിന്നെ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു കുടുംബം, അത് തന്നെ കാരണം. എൻ്റെയും ദീപുവിൻ്റെ വീടിൻ്റെ അവസ്ഥകൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ കുറച്ച് പറമ്പൊക്കെ ഉണ്ട്. അവൻ്റെ കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല. എനിക്കൊരു പരിധി വിട്ടൊന്നിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പിന്നെ വീട്, ബാങ്ക് ജപ്തി ചെയ്യുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു ജോലി നോക്കി ബാംഗ്ലൂർക്ക് പോയി. അപ്പൊ അവനോട് ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നില്ല? അവനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടാവും ഒരുപാട് സിദ്ധാന്തങ്ങൾ. പക്ഷേ ഇത് പുഴുങ്ങി തിന്ന വിശപ്പ് പാറില്ലല്ലോ. പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് ഏതാ ശരിയെന്ന് അറിയണമെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം, എന്നാലേ പറ്റുള്ളൂ. ഇപ്പൊ കൊച്ചിയിലാണോ? ആ അതെ, ഞാനിവിടെ കൊച്ചിയിൽ ഇമ്പാക്ടസ് എന്ന് പറഞ്ഞ അഡ്വർടൈസിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. പിന്നെ അച്ഛൻ മരിച്ചപ്പോൾ അമ്മയും അനിയനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. സാർ കേക്ക് റെഡി. താൻ അവനോടൊന്ന് പറയണം ഞാനൊരു ഫ്രോഡല്ലെന്ന്. പോട്ടെ നിക്ക്. താങ്ക് യു. അതെ, ഇല്ല, പുതിയ മൂവീസ് ഒന്നും ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല. തമിഴിൽ നിന്ന് ധാരാളം ഓഫറുകൾ വരുന്നുണ്ടെന്ന് കേട്ടല്ലോ. ധാരാളം ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല. 1-2 ഓഫർ വന്നു, പക്ഷേ അത് വേണ്ടാന്ന് വെച്ചു. കാരണം എനിക്കിവിടെ ഓൾറെഡി നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. ക്രിസ്മസിനെ കുറിച്ചുള്ള ഓർമ്മകളൊന്നും പങ്കുവയ്ക്കാം. എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ ഈ ചോദ്യം ഇത് എന്നാ അവസാനിപ്പിക്കും? ഓണമായ ഓണത്തിൻ്റെ ഓർമ്മ, ക്രിസ്മസ് ആയ ക്രിസ്മസിൻ്റെ ഓർമ്മ. പ്രേക്ഷകർക്കറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. ഓ അല്ലേ, ശരി. ഞാൻ സാറിനടുത്ത് എന്തെങ്കിലും പറഞ്ഞു? പുള്ളി എന്നെ കണ്ടപ്പോൾ ഒരു മാതിരി ചിരിയൊക്കെ ചിരിച്ചു. ഞാൻ ചെറിയ സൂചന കൊടുത്തിട്ടുണ്ട്. എന്തിനാടാ? ഇവിടെ പുള്ളിക്ക് എന്തൊക്കെയോ അറിയാം. പുള്ളി ഒന്നില്ലെങ്കിൽ ഈ സെറ്റിൽ തന്നെ വർക്ക് ചെയ്യണേ. നീ ചെല്ലേ. നീയൊക്കെ എൻ്റെ പുക കണ്ടേ അടങ്ങുള്ളൂ അല്ലേ? അല്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ തലയിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതിൻ്റെ ക്ഷീണം വരെ മാറിയിട്ടില്ല. അപ്പോഴാണ് ഇതൊക്കെയാണ് ക്രിസ്മസിൻ്റെ ഓർമ്മ. മാഡം ഷോർട്ട് റെഡിയാണ്. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ശരി, ആയിക്കോട്ടെ. താങ്ക് യു വെരി മച്ച്. ഓ താങ്ക് യു, രക്ഷിച്ചതിന്. മൊത്തം പറഞ്ഞ് ക്ഷീണിച്ചുണ്ടാവല്ലേ. ശരി. ഹലോ. ഹായ്. പുതിയ അസിസ്റ്റന്റ് ആണല്ലേ? അതെ. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ? അയ്യോ എൻ്റെ ചേട്ടാ, മീഡിയയോട് സംസാരിക്കുന്നതാണ് അൻവർ സാർ പറഞ്ഞിട്ടുള്ളത്. അതിനിതൊരു ഇന്റർവ്യൂ ഒന്നുമില്ല, ജസ്റ്റ് കാഷ്വൽ ടോക്ക്. ഈ ജീവൻ എങ്ങനെ സെറ്റിൽ? ജീവൻ സാർ ഭയങ്കര കൂളല്ലേ. സാറ് സെറ്റിലുള്ളപ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബാണ്.